ഹലോ എവരി വൺ, വെൽക്കം ടു എഡ്ഫി ലേണിംഗ്. എഡ്ഫി ലേണിംഗ് സംഘടിപ്പിക്കുന്ന UGC നെറ്റ് സൈക്കോളജിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എൻലൈറ്റ് എന്ന കോഴ്സിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടു. ഓരോ മൊഡ്യൂളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീ ആയിട്ടുള്ള വെബിനാറുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തു. ആ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്ത ക്വസ്റ്റ്യനുകൾ, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ യൂട്യൂബിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരുപാട് കേട്ടു. ഇനി നമ്മുടെ UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് അവസാന യൂണിറ്റാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 9 യൂണിറ്റ്സും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എമേർജിങ് ഏരിയാസ്. നമ്മൾ UGC നെറ്റ് സൈക്കോളജിയുടെ സിലബസ് എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് വരുന്ന, നമ്മളൊക്കെ എക്സാമിന് പലപ്പോഴും നമ്മൾ ഒഴിവാക്കി വിടുന്ന ഒരു ഏരിയ കൂടിയാണ് എമേർജിങ് ഏരിയ എന്നുള്ളത്. ബിക്കോസ് സൈക്കോളജി എന്നുള്ള ഫീൽഡ് നമുക്കറിയാം ഓരോ ദിവസവും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യനും ഏത് രൂപത്തിലും ക്വസ്റ്റ്യന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് എമേർജിങ് ഏരിയ എന്നുള്ളത്. അതിലെ സിലബസ് നമ്മൾ കവർ ചെയ്യുകയും ഇപ്പം കറൻ്റ്ലി ഏത് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഡെവലപ്മെൻറ്റ് എത്തിയിട്ടുള്ളത്, സൈക്കോളജിയുടെ ഇൻ്റർവെൻഷൻസുകൾ, തിയറികളൊക്കെ ഏത് ലെവലിൽ വരെ എത്തിയിട്ടുണ്ട്, ഏതൊക്കെയാണ് പുതിയത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ് ടു ഡേറ്റ് ആവേണ്ടതുണ്ട്. അതാണ് ഈ യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത. നമുക്കൊരിക്കലും ഈ ഒരു യൂണിറ്റ് മാറ്റി വെക്കാൻ സാധിക്കില്ല. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ യൂണിറ്റിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2025 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണ്. ജൂണിൽ നടന്ന എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ 4-5 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് ഈ ഒരു യൂണിറ്റിൽ നിന്ന്. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2025 ജനുവരിയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. എന്താണ് ദ കൺസെപ്റ്റ് ഓഫ് ഗ്ലാസ് ക്ലിഫ് റെഫേഴ്സ് ടു? എന്താണ് ഗ്ലാസ് ക്ലിഫ് എന്ന് പറഞ്ഞുള്ള കൺസെപ്റ്റ് എന്നുള്ളത്? വെൻ വുമൺ ആൻഡ് മൈനോറിറ്റീസ് ആർ സീൻ ബെറ്റർ ലീഡേഴ്സ് ബിക്കോസ് ഓഫ് ദെയർ എബിലിറ്റി ടു മാനേജ് ക്രൈസിസ്. വെൻ വുമൺ ആൻഡ് മൈനോറിറ്റീസ് ആർ ഡിസ്ക്രിമിനേറ്റഡ് അഗെയിൻസ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ എബിലിറ്റി ടു മാനേജ് ക്രൈസിസ്. വെൻ വുമൺ ആൻഡ് മൈനോറിറ്റീസ് ആർ പ്രൊമോട്ടഡ് ടു in organizations that are thriving. When women and minorities are given more than to solve organizational problems than others. സോ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഗ്ലാസ് ക്ലിഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, വലിയ നീളത്തിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോവാതിരിക്കുക. എന്നിട്ട് കൃത്യമായിട്ട് നോക്കുക ഏതിനാണ് കറക്റ്റ് ആയിട്ടുള്ളത് വരിക എന്നുള്ളത്. അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ PYQ 2025 തന്നെ ചോദിച്ച ചോദ്യമാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് കോമ്പണൻസ് ബിലോങ് ടു സൈക്കോളജിക്കൽ വെൽബീയിങ്? ഈ ഒരു ഏരിയയിൽ നിന്ന് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. എമേർജിങ് ഏരിയയിൽ നമ്മൾ അതിൻ്റെ സബ്ബായിട്ടുള്ള ഹെഡിങ്സ് നോക്കുമ്പോൾ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോളജിക്കൽ വെൽബീയിങ് അല്ലെങ്കിൽ വെൽബീയിങ് ആൻഡ് സെൽഫ് ഗ്രോത്ത് എന്നുള്ള ഭാഗമൊക്കെ പറയുന്നത്. അതിൽ ഒന്നാമത്തേത് എന്താണ്? ഓപ്ഷൻ സെൻസ് ഓഫ് സെൽഫ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സെൻസ് ഓഫ് പർപ്പസ്, ഇൻഡിപെൻഡൻസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്. ഇതിലേതാണ് സൈക്കോളജിക്കൽ വെൽബീയിങ്ങിൻ്റെ ഒരു കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? ഓപ്ഷൻ ABCD. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് നോട്ട് എ ഹെൽത്ത് പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ? ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു യൂണിറ്റിൽ അത്യാവശ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് ഹെൽത്ത് എന്നുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ 2025 കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 2-3 ചോദ്യങ്ങൾ ഒരു എക്സാമിൽ നിന്ന് ഹെൽത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതെന്ത് ചെയ്യുക, ഒരു ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ഹെൽത്തിന് കൊടുക്കുക. ഏതൊക്കെയാണെന്ന് ചോദിച്ചത്? അവോയ്ഡ് ഗെറ്റിംഗ് ചില്ലഡ്, ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ്, ഈറ്റ് ആസ് യു ലൈക്ക്, ഡെസ്ട്രോയ് ഓൾഡ് ഓർ അൺയൂസ്ഡ് മെഡിസിൻ. സോ ഇതാണ് ഇതിൽ കൊടുത്തതിൽ ഹെൽത്ത് പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ്. ഏതാണ് ഹെൽത്ത് പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ എന്നല്ല ചോദിച്ചത് കേട്ടോ, ഏതാണ് ഹെൽത്ത് പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ അല്ലാത്തത് എന്നാണ് ചോദ്യം. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡിസീസ് നോട്ട് റിലേറ്റഡ് ടു കാർഡിയോ വാസ്കുലർ സിസ്റ്റം? കാർഡിയോ വാസ്കുലർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസ് അല്ലാത്തത് ഏതാണ്? കാരണം ഇത് ഏത് ഭാഗത്ത് വരുന്നതാണ്? കാർഡിയോ വാസ്കുലർ സിസ്റ്റം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഞങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഏത് ഭാഗമാണ്. അവസാനം നമ്മൾ ഡിജിറ്റൽ ആൻഡ് ടെക്നോളജി ആൻഡ് സൈക്കോളജി എന്നുള്ള ഭാഗത്തിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഏത്? ക്രോണിക് ഇൽനെസ് എന്നുള്ള ഭാഗം, ക്രോണിക് ഇൽനെസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യമാണ്. അതിൽ ഒരുപാട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേറോക്ലോറോസിസ് കൊടുത്തിട്ടുണ്ട്, അഗിന പെക്ടോറിസ് കൊടുത്തിട്ടുണ്ട്, ക്രോൺസ് ഡിസീസ് കൊടുത്തിട്ടുണ്ട്, അനോറിയാസം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഓപ്ഷനിൽ നിന്ന് ഏതാണ് കാർഡിയോ വാസ്കുലർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടാത്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗ്ലാസ് ക്ലിഫ്. വെൻ എ വുമൺ ആൻഡ് മൈനോറിറ്റി, നമ്മൾ ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞു, ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞു, അതിന് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല.
അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഏത് ഏരിയയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഗ്ലാസ് ക്ലിഫുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ ഓഫ് ജെൻഡർ, പോവർട്ടി, ഡിസബിലിറ്റി ആൻഡ് മൈഗ്രേഷൻ, കൾച്ചറൽ ബയാസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ, സ്റ്റിഗ്മ, മാർജിനലൈസേഷൻ ആൻഡ് സോഷ്യൽ സഫറിങ്, ചൈൽഡ് അബ്യൂസ് ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ്. സോ ഈ ഒരു ഭാഗത്തിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇഷ്യൂ ഓഫ് ജെൻഡർ നമ്മൾ ഒരിക്കലും അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ കൂടിയാണ് ഇത്. ഓക്കെ, ദ ടേം ഗ്ലാസ് ക്ലിഫ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് റിയാൻ ആൻഡ് അലക്സ് ഹസ്ലാൻ. റിയാനും അതുപോലെ തന്നെ ഹസ്ലാമും കൂടി 2005 ഈ ഒരു ഗ്ലാസ് ക്ലിഫ് എന്ന് പറഞ്ഞുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് ഗ്ലാസ് ക്ലിഫിലൂടെ പറയുന്നത്? വുമൺ ആർ മോർ ലൈക്ലി ടു ബി അപ്പോയിന്റഡ് ടു എ ലീഡർഷിപ്പ് പൊസിഷൻ ഡ്യൂറിംഗ് ടൈംസ് ഓഫ് ക്രൈസിസ് ഓർ ഫെയിലിയർ. ടൈംസ് ഓഫ് ക്രൈസിസ് ഓർ ഫെയിലിയർ വെൻ ദ ചാൻസ് ഓഫ് പൊസിഷൻ ഫെയിലിംഗ് ഈസ് ഹൈ. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സൊസൈറ്റി സംടൈംസ് പുട്ട് വുമൺ ഇൻ അൺഫെയർ ഹൈ റിസ്ക് റോൾസ് ആൻഡ് ജഡ്ജസ് ദം ഹാർഷ്ലി. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് വുമൻസിനൊക്കെ എന്ത് ചെയ്യും, ഒരു ഫെയിലിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ അതെന്ത് ചെയ്യാണ്, അതിൽ ഭയങ്കര ബാധ്യതകളും ഫിനാൻഷ്യൽ ഇഷ്യൂസും ഒക്കെ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഓർഗനൈസേഷനിൽ അതിൻ്റെ ലീഡർഷിപ്പ് സ്ഥാനത്തേക്ക് ഫീമെയിലിനെ വെച്ചുകൊണ്ട്, വുമണിനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, അവരെ എന്ത് ചെയ്യും, ജഡ്ജ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ദേ ആർ പ്ലേസ്ഡ് ഇൻ റിസ്കി പൊസിഷൻസ് വേർ ദ ചാൻസ് ഓഫ് ഫെയിലിയർ ഈസ് ഹൈ ചാൻസ് ഉള്ള ഫെയിലിയറുള്ള ഒരു പൊസിഷനിലേക്ക് എന്ത് ചെയ്യും, ഫീമെയിൽസിനെ അവിടെ എന്ത് ചെയ്യും, ഇരുത്തും, അഥവാ ആ ഒരു പൊസിഷനിലേക്ക് അവരെത്തിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ ജഡ്ജ് ചെയ്യും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഗ്ലാസ് ക്ലിഫ് എന്ന് പറയുന്നത്. ഗ്ലാസ് ഈസ് യൂസ്ഡ് ഹിഡൻ ബാരിയർ ഇൻ ദ ജെൻഡറിലുള്ള ഹിഡൻ ആയിട്ടുള്ള ബാരിയറാണ് ഗ്ലാസിന് എന്ത് ചെയ്യുന്നത്, ഈ ഇതിൽ ഗ്ലാസ് ക്ലിഫ് എന്നുള്ളതിൽ ഗ്ലാസിന് അർത്ഥമാക്കുന്നത് ഹിഡൻ ബാരിയർ ഇൻ ജെൻഡർ എന്നുള്ളതാണ്. ക്ലിഫ് എന്നുള്ള ഹൈ റിസ്ക് ഓഫ് ഫെയിലിയർ ഓർ അൺസ്റ്റേബിൾ പൊസിഷൻ എന്നുള്ളതാണ് ക്ലിഫ്. സോ ഈ ഒരു വേർഡ് മീനിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഗ്ലാസ് ക്ലിഫിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇത്ര വലിയൊരു ഡെഫിനേഷൻ പഠിക്കുന്നതിനേക്കാളൊക്കെ വളരെ സിമ്പിളാണ് ചെറിയ വേർഡ് ആയിട്ടുള്ള എന്ത് ചെയ്യുക, അതുമായിട്ട് റിലേറ്റ് ചെയ്ത വേർഡ് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ. സോ ഗ്ലാസ് ക്ലിഫിൻ്റെ ക്വസ്റ്റ്യനിലെ ആൻസർ എന്താണ് വരിക? ഒന്നാമത്തെ ആണ് ആൻസർ വരുന്നത് വെൻ വുമൺ ആൻഡ് മൈനോറിറ്റീസ് ആർ സീൻ ആസ് ബെറ്റർ ലീഡേഴ്സ് ബിക്കോസ് ഓഫ് ദെയർ എബിലിറ്റി ടു മാനേജ് ക്രൈസിസ്. സോ ആ ഒരു കൺസെപ്റ്റാണ് ഗ്ലാസ് ക്ലിഫിലൂടെ പറയുന്നത്. നെക്സ്റ്റ് PYQ ജനുവരി 2025 ചോദിച്ച ചോദ്യമാണ് വിച്ച് എമംഗ് ദ ഫോളോയിങ് കമ്പോണൻസ് ബിലോങ് ടു സൈക്കോളജിക്കൽ വെൽബീയിങ്. സൈക്കോളജിക്കൽ വെൽബീയിങ്ങുമായി ബന്ധപ്പെട്ട കോമ്പണൻസ് ഏതാണ് എന്നുള്ളതാണ്. സോ സൈക്കോളജിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ് ഓഫ് പോസിറ്റീവ് മെന്റൽ ഇമോഷണൽ ഹെൽത്ത് ഇൻവോൾവിംഗ് ഫീലിംഗ് ഗുഡ്, ഹാപ്പിനെസ് ആൻഡ് ഫങ്ഷനിങ് എഫക്റ്റീവ്ലി, പർപ്പസ്, ഗ്രോത്ത്, ഗുഡ് റിലേഷൻഷിപ്പ്, നോട്ട് ജസ്റ്റ് ആബ്സെൻസ് ഓഫ് മെന്റൽ ഇൽനെസ്. പലപ്പോഴും വെൽബീയിങ്ങിനെ കുറിച്ച്, സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, അസുഖമില്ലാത്ത അല്ലെങ്കിൽ മെൻ്റൽ ഇൽനസ് ആബ്സെൻസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. സോ അതല്ല, മറിച്ച് എന്താണ്, ഇറ്റ് ഇൻവോൾവ് ഫീലിംഗ് ഗുഡ് ആൻഡ് ഫങ്ഷനിങ് എഫക്റ്റീവ്ലി, നോട്ട് ജസ്റ്റ് ആബ്സെൻസ് ഓഫ് മെൻ്റൽ ഇൽനസ് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് so psychological well-being is quite similar to other terms that refers to positive mental states such as happiness, satisfaction എന്നുള്ള മീനിങ് ഒക്കെ എന്ത് ചെയ്യാം, സിനോണിമായിട്ട് സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ടൈപ്സ് ഓഫ് വെൽബീയിങ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് വെൽബീയിങ് ഉണ്ട്? ഒന്നാമത്തത് ഹെഡോണിക് വെൽബീയിങ്. ഹെഡോണിക് വെൽബീയിങ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ ആൻഡ് പെയിൻ എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ ദ പെർസ്യൂട്ട് ഓഫ് പ്ലഷർ ആൻഡ് അവോയ്ഡൻസ് ഓഫ് പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല തരത്തിലുള്ള ആളുകളുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യും, അവർ ഷോപ്പിങ്ങിന് അവരുടേതായിട്ടുള്ള പാർട്ടീസ്, വൈബ്, നൈറ്റ്സിലൊക്കെ അവർ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യും. അവരുടെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതൊക്കെ അവരെന്ത് ചെയ്യും, നെഗ്ലക്റ്റ് ചെയ്യും. സ്റ്റഡീസ് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ, പർപ്പസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പെയിൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതൊക്കെ അവരെന്ത് ചെയ്യും, അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പ്ലഷറിൻ്റെ പിന്നാലെ അവരെന്ത് ചെയ്യും, പോയിക്കൊണ്ടിരിക്കും. ഇറ്റ് ഈസ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് അച്ചീവിങ് ഹാപ്പിനെസ് ത്രൂ ദ സെൻസറി എൻജോയ്മെന്റ്, കംഫർട്ട് ആൻഡ് പ്ലഷർ. ഇതാണ് ഹെഡോണിക് വെൽബീയിങ് എന്ന് പറയുന്നത്. ഇനി യൂഡോമോണിക് വെൽബീയിങ്. യൂഡോമോണിക് എന്നുള്ള ടേം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ, സൈക്കോളജിയിൽ തന്നെ മറ്റുള്ള മൊഡ്യൂൾസിനൊക്കെ ഒരുപാട് നമ്മൾ കേട്ട ഒരു ടേമാണ് എന്ത്, യൂഡോമോണിക് എന്നുള്ളത്. റെഫേഴ്സ് ടു ഡീപ്പർ സെൻസ് ഓഫ് വെൽബീയിങ്. കാരണം എന്താ, അത് ഡീപ്പർ സെൻസ് ആണെന്ന് പറയാൻ കാരണം എന്താ, അത് ഇറ്റ് എംഫസൈസ് സെൽഫ് ആക്ച്വലൈസേഷൻ, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് മീനിങ് ഇൻ ലൈഫ്. ഈ ഒരു രൂപത്തിലുള്ള വെൽബീയിങ് ആണ് എന്ത്, യുഡോമോണിക് വെൽബീയിങ് എന്ന് പറയുന്നത്. വിച്ച് കംസ് ഫ്രം ലിവിങ് ഇൻ അക്കോർഡിംഗ് വിത്ത് ദ വൺസ് വാല്യൂസ് ആൻഡ് പർപ്പസ്. അവിടെ ഒരിക്കലും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിന് എന്ത് ചെയ്യല്ല, അവോയ്ഡ് ചെയ്യല്ല ചെയ്യുന്നത്, മറിച്ച്
പർപ്പസ് ഇൻ ദ ലൈഫ് എന്നുള്ള ഒരു കൺസെപ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എന്താ ചെയ്യുക, ജീവിക്കുക, പേഴ്സണൽ ഗ്രോത്ത് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് യുഡോമോണിക് വെൽബീയിങ്ങിനെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇവിടെ യുഡോമോണിക് വെൽബീയിങ്ങിൻ്റെ ആ ഒരു തത്വത്തിൽ അഥവാ യുഡോമോണിക് വെൽബീയിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ റിഫിൻ്റെ 6 ഫാക്ടർ മോഡൽ ഉണ്ട്. കരോൾ റിഫ് തിയറി എന്നതിനെ പറയാം. ആ ഒരു ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ റിഫിൻ്റെ 6 ഫാക്ടർ മോഡൽ ഉണ്ട്. 6 ഡയമെൻഷൻ അദ്ദേഹം പറയുന്നുണ്ട്. മൾട്ടി ഡയമെൻഷണൽ തിയറി ഓഫ് വെൽബീയിങ് എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. സോ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം കലോൾ റിഫിൻ്റെ 6 ഫാക്ടർ ഓഫ് മോഡൽ എന്തൊക്കെയാണ് പറയുന്നത്? ആ 6 മോഡൽ, അദ്ദേഹം പറയുന്ന 6 മോഡൽ തന്നെയാണ് സൈക്കോളജിക്കൽ വെൽബീയിങ്ങിൻ്റെ കോമ്പണൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ? സെൽഫ് അക്സെപ്റ്റൻസ്, അക്സെപ്റ്റിംഗ് അവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മളെ സ്ട്രെങ്ത് എവിടെയാണ്, നമ്മളെ വീക്ക്നെസ് എവിടെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ഓട്ടോണമി, തിങ്കിങ് ഓഫ് യുവർ സെൽഫ്, അവർ സെൽഫ്, ടേക്കിംഗ് യുവർ ഓൺ ഡിസിഷൻസ്, നോട്ട് ജസ്റ്റ് ഫോളോയിങ് അതേഴ്സ്. ഓട്ടോണമി, എൻവയോൺമെൻറ്റൽ മാസ്റ്ററി, ഹാൻഡ്ലിങ് യുവർ സറൗണ്ടിങ് വെരി വെൽ, പോസിറ്റീവ് റിലേഷൻഷിപ്പ്, 2 or 3 ക്ലോസ് ഫ്രണ്ട്സ്, പർപ്പസ് ഇൻ ലൈഫ്, സെൻസ് ഓഫ് മീനിങ് ഇൻ ലൈഫ്, പേഴ്സണൽ ഗ്രോത്ത്, വാണ്ട് ടു ചേഞ്ച് മോർ ഇൻ ഡെയിലി ലൈഫ് ത്രൂ ഫീഡ്ബാക്ക് എക്സെട്ര. സോ ഇത് ഈ ഒരു തിയറിയിലൂടെ നമ്മൾ പഠിക്കുന്നത് യഥാർത്ഥത്തിൽ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിൻ്റെ ഒരു കോമ്പണൻസും കൂടെയാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം സെൻസ് ഓഫ് സെൽഫ് ഒന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു. അതാണ് സെൽഫ് അവെയർനെസ്, നേരത്തെ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഐഡൻറ്റിറ്റി. രണ്ടാമത് സെൽഫ് ഓഫ് പർപ്പസ് ആണ്, മീനിങ് ആൻഡ് ഡയറക്ഷൻ ഇൻ ലൈഫ്. അതും നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ റിഫിൻ്റെ തിയറിയിൽ നമ്മൾ പ്രതിപാദിച്ചു. മൂന്നാമത്തെ ഇൻഡിപെൻഡൻസ് ആണ്, ഓട്ടോണമി, നമ്മൾ എന്ത് ചെയ്തു, പ്രതിപാദിച്ചു റിഫിൻ്റെ ആ ഒരു തിയറിയിൽ. അപ്പം ഇത് മൂന്നുമാണ്, ദീസ് ആർ ദ കോർ സൈക്കോളജിക്കൽ നീഡ്സ് ഓർ കോമ്പണൻറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു മെൻ്റൽ ഹെൽത്ത് ആൻഡ് ലൈഫ് സാറ്റിസ്ഫിക്കേഷൻ. സോ ഇതാണ് വെൽബീയിങ്ങിൻ്റെ കോമ്പണൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തുമായിട്ടാണ് കണക്ട് ചെയ്തത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? കലോൾ റിഫിൻ്റെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, മറ്റ് നമ്മൾ റെഗുലേറ്റ് ചെയ്ത 2 ഓപ്ഷനാണ്, ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഇയും. കാരണം എന്താ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഈസ് നോട്ട് സൈക്കോളജിക്കൽ വെൽബീയിങ്ങിൻ്റെ ഒരു ബേസിക് നീഡാണ് നമുക്ക് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ കൾച്ചർ ആക്ടിവിറ്റീസ് ആൾസോ മോർ, അത് കൾച്ചർ റിലേറ്റഡ് മോർ സോഷ്യൽ വെൽബീയിങ് ആൻഡ് ലൈഫ് സ്റ്റൈൽ, ബട്ട് നോട്ട് ദ കോമ്പണൻറ്റ് ഓഫ് സൈക്കോളജിക്കൽ വെൽബീയിങ്. സോ ആൻസർ ഏതാണ്? ACD. അപ്പം ക്വസ്റ്റ്യൻ ചോദിച്ച ഭാഗം എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? നമ്മളൊരു തിയറി പഠിക്കുമ്പോൾ ആ തിയറിയിൽ കൊടുത്തിട്ടുള്ള സെയിം വേർഡ് തന്നെയാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താ? അതിൻ്റെ ആശയം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം അല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻസ്. ഈ ഇൻഡിപെൻഡൻറ്റ് കാണുമ്പോൾ അത് നമ്മൾ റിഫിൻ്റെയിലോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിൻ്റെ കോമ്പണൻ്റ് ആയിട്ട് പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് എങ്ങനെ ആൻസർ വന്നു എന്നുള്ളത്. അതിൻ്റെ ആശയം എന്താണ്? സെൽഫ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ഓട്ടോണമിയാണ്. ഇത് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിഫിൻ്റെ തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് നോട്ട് എ ഹെൽത്ത് പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ? വളരെ സിമ്പിളായിട്ട് 2025 ചോദിച്ച വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എന്താണ്? അവോയ്ഡ് ഗെറ്റിംഗ് ചില്ലഡ്, ഗെറ്റ് ഇനഫ് സ്ലീപ്പ്, ഈറ്റ് ആസ് യു ലൈക്ക്, ഡിസ്ട്രോയ് ഓൾഡ് ഓർ അൺയൂസ്ഡ് മെഡിസിൻ. വളരെ സിമ്പിളാണ്. കാരണം ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അതിലേക്കൊന്നും ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ഹെൽത്തിൻ്റെ മോഡൽസ് ഉണ്ട്, അഥവാ തിയറിയുമായി ബന്ധപ്പെട്ട ഹെൽത്ത് മോഡലുണ്ട്, ഹെൽത്ത് ബിലീഫ് മോഡലുണ്ട്. അതെല്ലാം മറ്റുള്ള മോഡൽസൊക്കെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ ചോദിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഹെൽത്തിൻ്റെ ഒരു ഏരിയ എന്നാണ്. ഏതാണ്? ഹെൽത്ത് പ്രൊമോട്ടിങ് ബിഹേവിയർ അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ. ഹെൽത്ത് പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ ഏതൊക്കെയാണ് നമുക്കറിയാം കൃത്യമായിട്ട്. ഏതാണ്? ഇംപ്രൂവ് സ്ലീപ്പ്, ഹാവിങ് ബാലൻസ്ഡ് ന്യൂട്രീഷൻ ഡയറ്റ്, ഫിസിക്കൽ എക്സസൈസ്, നോ സബ്സ്റ്റൻസ് യൂസ്, മിനിമൈസ് ഷുഗർ കൺസപ്ഷൻ, അവോയ്ഡ് ആക്സസ് കലോറി ഇൻടേക്ക്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചാലോ ഈ ഒരു ഭാഗത്ത് നിന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ? ഈറ്റ് ആസ് യു ലൈക്ക്. നമുക്ക് ഇഷ്ടം പോലെ തിന്നുക എന്നുള്ളത് ഒരിക്കലും ഒരു ഹെൽത്ത് പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ അല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ ഫൈൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡിസീസ് നോട്ട് റിലേറ്റഡ് ടു കാർഡിയോവാസ്കുലർ സിസ്റ്റം? നമ്മൾ ഓരോ ഏരിയയിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ക്രോണിക് ഇൽനെസ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ബന്ധപ്പെട്ടുള്ള ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം ഏത് രൂപത്തിലാണ്? താഴെ കൊടുത്തതിൽ കാർഡിയോവാസ്കുലർ സിസ്റ്റവുമായി റിലേറ്റ് ചെയ്യാത്ത ഡിസീസ് ഏതാണ് എന്നുള്ളതാണ്. 2023 ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾ നോക്കി, ഈ പേരുകളൊക്കെ നമ്മളൊരു പക്ഷേ നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? കുറച്ചും കൂടെ ഡീപ്പായിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞ സർക്കിളിൻ്റെ പുറത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൽ നേരത്തെ നമ്മൾ ഓപ്ഷൻസൊക്കെ നേരത്തെ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു
ഇത് അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്താണ് ഈ ഓരോ ഡിസീസും എന്താണെന്നുള്ളത് നമുക്കറിയണം. അതിൻ്റെ മുന്നേ ലൈഫ് സ്റ്റൈൽ ആൻഡ് ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ അതിൽ ഫോക്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, കൊറോണറി ഹാർട്ട് ഡിസീസും ഉണ്ട്, CHD. സോ ഈ ഒരു ഏരിയാസും നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. ഒന്നാമത്തെ എന്താണ്? അഥീറോക്ലോറോസിസ്. അഥീറോക്ലീറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ബിൽഡപ്പ് ഓഫ് ഫാറ്റ്സ്, കൊളസ്ട്രോൾ, അതർ സബ്സ്റ്റൻസ് ഇൻ ആൻഡ് ഓൺ ആർട്ടറി വാൾസ്. ആർട്ടറി വാൾസിൽ ഉണ്ടാകുന്ന ഫാറ്റ്, കൊളസ്ട്രോളിൻ്റെ ഒക്കെ ബിൽഡപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് അഥീറോക്ലോറോസിസ് എന്ന് പറയുന്നത്. സോ ഇതെന്താണ്? ഈ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? കാർഡിയോ വാസ്കുലാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തതോ അഗിന പെക്ടോറിസ് എന്ന് പറഞ്ഞാൽ അഗിന പെക്ടോറിസ് നോൺ ആസ് ദ ഈസ് ചെസ്റ്റ് പെയിൻ ഓർ പ്രഷർ യൂഷ്വലി ഡ്യൂ ടു നോട്ട് ഇനഫ് ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട് മസിൽ. സോ ഇതും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കാർഡിയോ വാസ്കുലാർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, ക്രോൺസ് ഡിസീസ്. ക്രോൺസ് ഡിസീസ് ഈസ് ഇൻഫ്ലമേഷൻ ത്രൂ ഔട്ട് സ്മോൾ ആൻഡ് ലാർജ് ബോൾ. ഇത് കാർഡിയോ വാസ്കുലർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഡിസീസ് ആണോ? അല്ല, ഇതൊരിക്കലും കാർഡിയോ വാസ്കുലർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, മറിച്ച് നമ്മുടെ ഇൻറ്റെസ്റ്റൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസീസാണ് പറയുന്നത്. പിന്നെ അടുത്തതോ, ഇതും എന്താണ്? അനേറിയസം എന്ന് പറയുന്നതും എന്താണ്? അതും നമ്മളെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അഥവാ അല്ലെങ്കിൽ നമ്മളെ കാർഡിയോ വാസ്കുലർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസീസാണ് യഥാർത്ഥത്തിൽ എന്തും അനേറിയസും പറയുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻസ് എന്താണ്? അഥീറോക്ലോറോസിസ്, ക്ലീറോസിസ്, അഗിന പെക്ടോറിസ്, ക്രോൺസ് ഡിസീസ്, അനേറിസം. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ വരിക? ഇത് മാത്രമാണ് എന്ത് നമ്മുടെ ഓപ്ഷൻ അല്ലാത്തത്, ക്രോൺസ് ഡിസീസ്. അപ്പോൾ താഴെ കൊടുത്തതിൽ കാർഡിയോ വാസ്കുലർ സിസ്റ്റമായിട്ട് ബന്ധപ്പെടാത്തതാ ക്രോൺസ് ഡിസീസ്. വളരെ സിമ്പിളാണ് ആൻസർ. ഇനി ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ ഫ്രീ വെബിനാർ സീരീസ് നടന്നിരുന്നു. നമ്മളെ എൻലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിയുടെ ഫ്രീ കോഴ്സ് ഇപ്രാവശ്യം എഡ്ഫിൽ പ്രൊവൈഡ് ചെയ്തിരുന്നു ഈ ഒരു ബാച്ചിന്. അതിൽ ഏകദേശം 700+ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ആ സ്റ്റുഡൻസിൽ തന്നെ ഈ ഒരു വെബിനാർ സീരീസിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഞാൻ പറയുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോർ പ്രിൻസിപ്പിൾ ഓഫ് പീസ് സൈക്കോളജി ഇൻ സീക്വൻഷ്യൽ മാനർ. പീസ് സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്, എമേർജിങ് ഏരിയയിലുള്ള ഒരു ഏരിയയാണ് പീസ് സൈക്കോളജി എന്നുള്ളത്. പീസ് സൈക്കോളജി മാത്രമല്ല, പീസ് സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഏരിയകൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് റീകോൺസിലിയേഷൻ, പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അണ്ടർസ്റ്റാൻഡിംഗ് ദ സൈക്കോളജിക്കൽ റൂട്ട്സ് ഓഫ് വയലൻസ്, ബിൽഡിംഗ് കൾച്ചറൽ പീസ്. ചൂസ് ദ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഗിവൺ ബിലോ. ഈ ഓപ്ഷനിൽ താഴെ കൊടുത്തത് എന്താണെന്നുള്ള നമ്മൾ മനസ്സിലാക്കുക. പീസ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ വയലൻസ്, നോൺ വയലൻസ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ അറ്റ് മാക്രോ ലെവൽ, റോൾ ഓഫ് മീഡിയ ഇൻ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഇതൊക്കെ ഇതിലുണ്ട്, ഇതൊക്കെ സിലബസിലുള്ള ഏരിയയാണ്. സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏത് ഭാഗത്തു നിന്നാണ്? നമ്മുടെ സിലബസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം പീസ് സൈക്കോളജിയുടെ സീക്വൻഷ്യൽ മാനറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അഥവാ ഇത് പീസ് സൈക്കോളജി കോർ പ്രിൻസിപ്പിൾ എന്നും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ ഒരു സീക്വൻഷ്യൽ മാനർ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞത്, ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ പറയാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളൊരു കാര്യം നമ്മളിങ്ങനെ സ്ക്രീനിൽ ഒരുപാട് കേട്ടതിൻ്റെ ആൻസർ കേട്ടു എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ നമ്മുടെ മൈൻഡിലേക്ക് കയറിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ തപ്പി പിടിക്കുക, സെർച്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അപ്പോൾ ഈ ആൻസർ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ കോൺസിലിയേഷൻ ആണ് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്. സോ ABCD ആണോ, BDAC ആണോ, BACD ആണോ, CADB ആണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഇതോടുകൂടി നമ്മുടെ സൈക്കോളജിയുടെ UGC നെറ്റ് സൈക്കോളജിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത കോഴ്സിൻ്റെ അവസാന ക്ലാസ്സും കൂടെ അവസാനിക്കുകയാണ്. എമേർജിങ് ഏരിയയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വെബിനാറുകളിൽ മറ്റു ക്വസ്റ്റ്യനുകളും ഇതേ ക്വസ്റ്റ്യനുകളും ഇതിലപ്പുറത്തുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളും വെബിനാറിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠനവുമായിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ഈ ഒരു UGC നെറ്റ് എക്സാമിന് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. പേപ്പർ 1ഉം അതുപോലെ തന്നെ പേപ്പർ 2ഉം കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്രാവശ്യത്തെ UGC നെറ്റ് സൈക്കോളജി നിങ്ങൾ കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.